നമസ്കാരം, ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. സ്കിൽ എഞ്ച് എറണാകുളവും തിരൂർ ഗൈഡ് കോളേജും സംയുക്തമായി തുടങ്ങുന്ന പുതിയ സ്റ്റഡി സെന്ററിന്റെ ഉദ്ഘാടനം തിരൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി AP നസീമ നിർവഹിച്ചു. സ്കിൽ എഞ്ച് ഡയറക്ടർ ശ്രീ ജോർജ് സ്വാഗതം പറഞ്ഞു. ഗൈഡ് കോളേജ് MD ശ്രീ പ്രമോദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്ഥാപനത്തിന്റെ ബ്രോഷർ പ്രകാശനം ഗൈഡ് കോളേജ് ചെയർമാൻ ശ്രീ റഫീഖ് മുഹമ്മദ് നിർവഹിച്ചു. തിരൂർ നഗരസഭ അംഗങ്ങളായ നന്ദൻ, ഷാനവാസ്, ഹാരിസ്, കോളേജ് പ്രിൻസിപ്പാൾ പ്രമോദ്, PRO ഫൈസൽ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സ്കിൽ എഞ്ച് CEO VRC നായർ വിശദീകരിച്ചു. സ്വൈൻബൺ യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി മെൽബോൺ ഓസ്ട്രേലിയയുടെയും ഏഷ്യ പസഫിക് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി ആൻഡ് ഇന്നവേഷൻസ് മലേഷ്യയുടെയും അംഗീകാരമുള്ള കോഴ്സുകളാണ് സ്കിൽ എഞ്ച് ഇന്ത്യയിൽ ആദ്യമായി തിരൂർ കേന്ദ്രമാക്കി ആരംഭിക്കുന്നത്. സ്കിൽ എഞ്ച് ഡയറക്ടർ ശ്രീ ദിലീപ് KN നന്ദി പറഞ്ഞു. സ്കിൽ എഞ്ച് എന്ന് പറഞ്ഞ ഈ ഒരു കമ്പനി കോവിഡാനന്തര കേരളത്തിലെ യുവജനങ്ങളുടെ മനോഗതം കൃത്യമായിട്ട് പഠിച്ച ശേഷമാണ് അന്താരാഷ്ട്ര അംഗീകാരമുള്ള യൂണിവേഴ്സിറ്റിയുടെ 4 വിവിധ പ്രോഗ്രാമുകളുമായിട്ട് ഇപ്പോൾ മാർക്കറ്റിലേക്ക് വന്നിരിക്കുന്നത്. നമുക്കറിയാം, യുവജനങ്ങൾ കംപ്ലീറ്റ് വിദേശത്തേക്ക് പഠിക്കാനായിട്ടുള്ള ഒരു ചേക്കേറ്റം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇവിടെ ആവറേജ് സ്റ്റുഡൻസ്, അതായത് സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായിട്ടും മറ്റ് കഴിവുകളിലും ആവറേജ് ആൻഡ് ബിലോ ആവറേജ് സ്റ്റുഡൻസിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് അവർക്ക് വിദേശ യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നേടി വിദേശത്തേക്ക് നല്ല തൊഴിൽ അവസരങ്ങൾ കണ്ടെത്തുന്നതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് സ്കിൽ എഞ്ചിൻ്റെ R&D ഡിവിഷൻ, റിസർച്ച് ആൻഡ് അനാലിസിസ് ഡിവിഷൻ ഡെവലപ്പ് ചെയ്ത ഈ കോഴ്സുകൾ. വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ഉദ്ഘാടനം നടക്കുകയാണ്. സമാന്തര വിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞ 30 വർഷത്തോളം പരിചയമുള്ളൊരു സ്ഥാപനമാണ് ഗൈഡ് കോളേജ്. അത് ഒരു ട്യൂട്ടോറിയലായി തുടങ്ങി പിന്നെ ഒരു കോളേജായി വളർന്ന് അന്തരിക്കുകയായിരുന്നു. അതേസമയം വിദ്യാഭ്യാസത്തിൻ്റെ വിവിധ മേഖലകളിലേക്ക് നമുക്ക് കൈവയ്ക്കാൻ നമുക്ക് സാധിച്ചു. ഈവൻ മെൻ്റലി ആൻഡ് ഫിസിക്കലി ചാലഞ്ചഡ് ആയിട്ടുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം വരെ നമ്മുടെ പരിഗണനയിലേക്ക് വരികയുണ്ടായി. അതിനോട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങളും നമ്മൾ ആരംഭിക്കേണ്ടായി. ഈ സമാന്തര മേഖലയിലുള്ള നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഈ കാലം അത്രയും ഉണ്ടായ പരിചയത്തിൽ നമുക്ക് മനസ്സിലാക്കിയ പ്രധാനമായിട്ടുള്ളൊരു കാര്യം, പല കുട്ടികളും SSLC കഴിഞ്ഞ് കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ സയൻസോ തിരഞ്ഞെടുക്കുന്നത് അവരുടെ ചോയ്സ് അല്ല, ബൈ ചാൻസ് ആണ്. നമുക്കതൊന്നും ഇത്രയും നന്നായിട്ട് വേണ്ട രീതിയിലുള്ള നിർദ്ദേശങ്ങളൊക്കെ തരാനുള്ള ഒരു സാഹചര്യങ്ങൾ കുറവായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിടത്തോളം നമ്മൾ ഒരുപാട് പേര് പ്രോഗ്രാമിലൊക്കെ പോകുമ്പോൾ അധ്യാപകരൊക്കെ ഇപ്പോൾ പുതിയ എല്ലാവരും ഗവൺമെൻറ് ജോലിക്കാരാവണമെന്നൊന്നുമില്ല, അല്ലാതെ തന്നെ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് അധ്യാപകരും. പക്ഷെ അവരൊക്കെ കുറച്ചുകൂടി മറ്റുള്ളവരിൽ നിന്ന് ഗവൺമെൻറ് ശമ്പളം വാങ്ങുന്നവരിൽ നിന്ന് കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് തങ്ങളുടെ ജോലി, അവരുടെ ഉത്തരവാദിത്വം വളരെ ഭംഗിയായിട്ട് നിർവഹിക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം കുറച്ചുകൂടി നമ്മുടെ ആവറേജ് ലെവലിലും ബിലോ ആവറേജ് ലെവലിലുള്ള കുട്ടികളിലേക്ക് ഒരിക്കലും നമ്മളെ പോലെ അല്ലെങ്കിൽ ഈ നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് വരുന്ന നമ്മുടെ കീഴിലേക്ക് വരുന്ന കുട്ടികളൊക്കെ കുറച്ചുകൂടി അഡ്വാൻസായി നല്ല പഠനവും നല്ല വിദ്യാഭ്യാസവും അതുമായി ബന്ധപ്പെട്ട അവരുടെ ജീവിത രീതിയൊക്കെ ഒരുപാട് മെച്ചപ്പെടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമായ കോഴ്സുകൾ അത് ഏത് രീതിയിലാണോ ഒരു കുട്ടിക്ക് കഴിവുള്ളത് എന്ന് മനസ്സിലാക്കിയിട്ട് ആ കുട്ടിയുടെ കഴിവിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് കോഴ്സുകൾ പുതിയതായിട്ട് പ്രൊവൈഡ് ചെയ്യുക. ഇതുവരെ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിടത്തോളം ഒരു മാനേജ്മെൻറ്റിനെ അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു കാര്യമാണ്. ഇത്തരത്തിലുള്ള പാരലൽ കോളേജുകൾ നാമാവശേഷമായിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികളൊക്കെ പുറത്തേക്ക് ഹയർ സ്റ്റഡീസിനൊക്കെ വേണ്ടിയിട്ട് പുറത്തേക്ക് പോവുകയാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ തന്നെ ഇത്തരത്തിൽ താഴെത്തട്ടിലുള്ള കുട്ടികൾക്ക് ഒരുപക്ഷെ നല്ല കഴിവുള്ള കുട്ടികളൊക്കെ ഉണ്ടാവാം. പക്ഷെ അവരുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാനുള്ള ആവശ്യമായ സാഹചര്യങ്ങൾ ഇല്ലാത്തതിൻ്റെ ആ ഒരു കുറവ് കൊണ്ടൊക്കെ അവരുടെ കഴിവിനെ ഉപയോഗപ്പെടുത്താൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ഗൈഡ് കോളേജ് ഇത്രയും അഡ്വാൻസ് ആയ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. സ്കിൽ എഞ്ചിൻ്റെ ഭാഗത്തു നിന്ന് വിവിധ കോഴ്സുകൾ അത് കുട്ടികളുടെ താല്പര്യം അനുസരിച്ച് അത് അവർക്ക് വേണ്ട സമയത്ത് കൊടുക്കാൻ കഴിയും എന്നാണ് മനസ്സിലാക്കുന്നത്. നല്ല കഴിവുള്ള ടീം തന്നെയാണെന്നാണ് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്. എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ പല മുഖങ്ങളും ഇവിടെ എന്നോക്കി ചിരിക്കുന്നുണ്ട്. മാത്രമല്ല ഈ സ്ഥാപനം
ഇതിൻ്റെ തുടക്കത്തെക്കുറിച്ച് പറയുമ്പോൾ വളരെ ലളിതമായ രീതിയിൽ ഈ ശ്രീകാഴിയിലാണ് ഈ സ്ഥാപനം പ്രവർത്തനം തുടങ്ങിയത്. ഏകദേശം 30 വർഷക്കാലം പിന്നിട്ട് ഈ പുതിയ സംരംഭങ്ങൾ, പല സംരംഭങ്ങളും, ഈ ഗൈഡ് കോളേജിൽ പല സംരംഭങ്ങൾ ആരംഭിക്കുന്നുണ്ട്. ഇവിടെ പറഞ്ഞ പോലെ തന്നെ, നമ്മുടെ ജോർജ് സാർ പറഞ്ഞ പോലെ തന്നെ, കോവിഡ് കഴിഞ്ഞപ്പോൾ എന്ത് എന്ന ചിന്ത വന്നപ്പോൾ ആ ചിന്തയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിന് വേണ്ടിയുള്ള ഒരു സംരംഭത്തെക്കുറിച്ച് അവർ ആലോചിക്കുകയും ചിലപ്പോൾ ഒരു കണക്കെടുപ്പ് നടത്തിയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് ഈ പുതിയ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള വിദ്യാർത്ഥികളെ പുതിയ സംരംഭമായിട്ട് ഇത് കാണുകയും ചെയ്തു. ഇതിൻ്റെ കാലാകാലങ്ങളിൽ നമുക്കറിയാം പുതിയ മേഖലയിൽ ചെയ്യുന്നത് വളരെ സന്തോഷമുണ്ട്. ഈ കാലഘട്ടത്തിനനുസരിച്ച് പുതിയ മേഖലയിലേക്ക് ഗൈഡ് കോളേജിൻ്റെ അതേപോലെ തന്നെ ബെഞ്ചുമാർക്കടക്കമുള്ള റോബോട്ടിക് സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് വളരുന്നതിൽ വളരെ സന്തോഷമുണ്ട്. സ്കില്ലിഞ്ച് എൻ്റെ 8ാമത്തെ ബ്രാഞ്ചാണ്. സ്കില്ലിഞ്ച് ഇവിടെ വരുന്നത് വളരെ പ്രധാനപ്പെട്ട ജോലി സാധ്യതകൾ വളരെയധികമുള്ള 4 കോഴ്സുകളാണ് ആദ്യമായിട്ട് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ കോഴ്സുകളെ കുറിച്ച് പറയുമ്പോൾ സാധാരണഗതിയിൽ നൈപുണ്യ വികസനത്തിൽ കോഴ്സുകൾ ആരംഭിക്കുമ്പോൾ ഇന്ത്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന, സാധാരണഗതിയിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവലുള്ള NSDC അഫിലിയേഷനുമായിട്ടാണ് കോഴ്സുകൾ സാധാരണ വരിക. ഇത് അതിനെല്ലാം ഘടകവിരുദ്ധമായിട്ട് ആദ്യമായിട്ട് ഇന്ത്യയിൽ യൂണിവേഴ്സിറ്റി അഫിലിയേഷനോടുകൂടിയാണ് ഈ കോഴ്സുകളെല്ലാം വരുന്നത്. ഇതിൽ സേഫ്റ്റി മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ മൾട്ടി സ്കിൽഡ് വിജിലൻസ് ഓഫീസർ എന്നീ പറഞ്ഞ 2 മേഖലകളിൽ വിദ്യാർത്ഥിനികൾക്ക് പ്രവേശനം നേടി കോഴ്സ് പൂർത്തിയാക്കി ജോലി നേടാവുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് ലോകത്തുള്ളത്, നോട്ട് ഇൻ ഇന്ത്യ. തൊഴിലധിഷ്ഠിതമായ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പുതിയ ദിനം ആരംഭിക്കുകയാണ്. അതിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. സ്കിൽ എഞ്ചിനീയറിംഗ് പ്ലസ് ഗൈഡ് കോളേജ് സാരഥികൾ ജോയിൻ്റായി ചെയ്യുന്ന ഈ ഉദ്യമം നല്ലൊരു ഉദ്യമമാകുമെന്ന് പ്രതീക്ഷിക്കാം. എല്ലാ ഭാവുകങ്ങളും ആശംസിക്കുന്നു. എറണാകുളത്ത് 3-4 സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ സ്കില്ലിഞ്ച് കേരളത്തിലുടനീളം നമ്മൾക്ക് ധാരാളം റിക്വസ്റ്റുകൾ വരുന്നുണ്ട്, ഫ്രാഞ്ചൈസി കൊടുക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ വളരെ നല്ല സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് ഫ്രാഞ്ചൈസി കൊടുക്കുന്നത്. ക്രെഡിബിലിറ്റി ഉള്ള സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് ഫ്രാഞ്ചൈസി കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ അധ്യാപകരുടെയും സഹായ സഹകരണങ്ങൾ ഇതിനകത്ത് ഉണ്ടാകണമെന്ന് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. മീഡിയ ന്യൂസ്, തിരൂർ. മുയൽ വാഴുമിടം, പണം വാരുമിടം, ആഷിയാന റാബിറ്റ് ഫാം. ആഷിയാന റാബിറ്റ് ഫാം മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് മുൻവശം, താഴെപ്പാലം, തിരൂർ, മലപ്പുറം. ഫോൺ 049424292005. മൊബൈൽ 9895297205. വെബ്സൈറ്റ് www.ashiyanarabbitfarm.com. ഇമെയിൽ office@ashiyanarabbitfarm.com.